ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടു ദിവസമായിട്ട് കുറച്ച് ദിവസം എനിക്ക് പനി കുറച്ച് ദിവസമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ആ സൗണ്ടിന്റെ ഒരു ഡ്രൈ കഫ് ഇപ്പോഴും മാറിയിട്ടില്ല. സോ ഇന്നലെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തു. ഇപ്പൊ ഇന്നും വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ഒന്നും പൊട്ടാതെ അങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ഒരു കഴിഞ്ഞ ഈ മൺഡേയിൽ വന്ന 26,084 മുകളിൽ 26,000 ഈ മൺഡേയിൽ വന്ന റീസെന്റ് ആയിട്ട് വന്ന ഒരു ഹൈ ഉണ്ട് 26,010. ഇപ്പം ഈ കഴിഞ്ഞ ട്യൂസ്ഡേയിൽ വന്ന 26,020 മുകളിലും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആശാൻ എന്ത് ചെയ്തു, നിഫ്റ്റിക്ക് ഒന്ന് പോയി. ഞാനെന്ന് പറഞ്ഞു നമ്മൾ റെഫറൻസിൽ പഴയത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ബുള്ളിഷ് റെഫറൻസ് പകരം കട്ട് ചെയ്ത് കുറെ സ്ട്രഗിൾ ചെയ്തു. ഇവിടെ ഒന്നും ക്ലോസ് ആയിട്ടില്ല. ഈ ഒരു ക്യാൻഡിലാണ് സ്മൂത്ത് ആയിട്ട് ഹോൾഡ് ചെയ്ത് അവൻ കയറിപ്പോയി ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചൊരു ദിവസമായിരുന്നു കൃത്യമായിട്ട് കടന്നുപോയത്. സോ നമുക്ക് നോക്കേണ്ടത് ഈ ഒരു റെഫറൻസ് ലെവൽ എങ്ങനെ വർക്ക് ആവും, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇതിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം പഴയ റെഫറൻസ് പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മിഡ് ക്യാപ്പിലേക്ക് പോവാം. മിഡ് ക്യാപ്പ് ഈ 14,000 മുകളിൽ, ഈ 14,020 മുകളിൽ അവനെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഓരോ പ്രാവശ്യം ഈ 14,020 എന്ന ബുള്ളിഷ് റെഫറൻസിന് ഇപ്പോഴും മിഡ് ക്യാപ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പി ഒ സിക്ക് മാത്രമേ ഒരു ചെറിയൊരു മാറ്റമുള്ളൂ. മിഡ് ക്യാപ്പിന്റെ സമയം പി ഒ സി വരുന്ന മിഡ് ക്യാപ്പിന്റെ പി ഒ സി വന്നിരിക്കുന്നത് ഈ 14,004 ഭാഗത്തേക്ക് ഞാനൊന്ന് പി ഒ സി മാറ്റി, അതായത് 14,004 ഭാഗത്തേക്ക് ഞാനൊന്ന് പി ഒ മാറ്റി. ഇപ്പോഴും ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. 14,020 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈ എടുത്താൽ മതി. 14,070, 14,110, 14,150 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ബെയറിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി. ഈ ഒരു 3 റെഫറൻസും കൂടെ ഞാനൊന്ന് മെർജ് ചെയ്യാൻ പോകുന്നത്, കാരണം മാർക്കറ്റ് ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഈ പ്രൊഫൈലൊക്കെ ഒന്ന് മെർജ് ചെയ്യാൻ വെച്ചു. നമ്മളെ പി ഒ സി വന്ന് 13,950 ഭാഗത്തേക്ക് മാറ്റാം. 3 ദിവസത്തെ മെർജിന് പി ഒ സി 13,950 ഭാഗത്തേക്ക് മാറ്റാം. അല്ല കുറച്ചും കൂടെ ഈസി. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,900 താഴെ, 14,900 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നു, 13,900 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ സെല്ലിംഗ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 13,887, സെക്കൻഡ് ടാർഗറ്റ് 13,800, തേർഡ് 13,750 എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് ലെവലിലേക്ക് വരാം. റെഫറൻസ് ലെവൽ ഒരു മാറ്റവും ഇല്ല, കാരണം ഒരിടത്ത് മാർക്കറ്റ് പോയിട്ടില്ല. പിന്നെ ഞാൻ ഈ റെഫറൻസ് ഒക്കെ മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ബാങ്ക് നിഫ്റ്റി കുറച്ച് നാൾക്ക് ശേഷം ഈ 59,000 മുകളിൽ അവനെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു ഓപ്പൺ ഓപ്ഷൻ മാറി ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ് ബാങ്ക് നിഫ്റ്റി. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. പി ഒ സി വന്നേക്കുന്നത് 58,847 ഭാഗത്താണ് പി ഒ സി. ഞാൻ ആദ്യം ഒന്ന് പി ഒ സി താഴേക്ക് മാറ്റാം. 58,847 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 59,265 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നത്. 59,265 59,265 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 59,390, 59,390 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 59,500, 59,505 ഭാഗത്തേക്ക് വരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ലെവൽസ് ആണ്. തേർഡ് ടാർഗറ്റ് നമ്മൾ 59,675, 15,675 ഭാഗത്തേക്ക്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മറ്റുള്ള ലെവൽസ് ആണ്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോവർ ലെവലിൽ 58,600 താഴെ സെല്ലിംഗ് എടുക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 58,476, 58,353, 58,200 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. ഇതാണ് റെഫറൻസ് ലെവലുകൾ, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ന് നിഫ്റ്റി 26,000 ബെഞ്ച് മാർക്കിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു. നിഫ്റ്റിയെ കുറിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസം റേഞ്ച് ആണ്. ഞാൻ ഈ 3 ദിവസമല്ല, ഞാൻ ഈ റേഞ്ചിനെ മൊത്തം ഒന്ന് മെർജ് ചെയ്ത് ഞാൻ സെൻട്രലിലേക്ക് മാറ്റുന്നുണ്ട്. സോ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വിത്ത് എ പി ഒ സി ഓഫ് 25,952 ഭാഗത്താണ് പി ഒ സി. ഞാനൊന്ന് പി ഒ സി ഒന്ന് മാറ്റി വയ്ക്കാം. 25,952 ഭാഗത്തേക്ക് പി ഒ സി ഒന്ന് കൊണ്ടുവന്നു. ഇനി എനിക്ക് ബുള്ളിഷ് റെഫറൻസ് ഒന്ന് മാറ്റണമല്ലോ. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 26,070 മുകളിൽ മാത്രമേ
26,075 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 25,122 ഭാഗത്ത്, ഇതൊക്കെ പഴയ 26,122 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് ടാർഗറ്റ് അതാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഗോ ടു മെയ് എന്നാണ്, കഴിഞ്ഞ വർഷത്തെ നവംബർ അത് മാറ്റിയിട്ട് സെപ്റ്റംബർ എൻഡ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ കഴിഞ്ഞ പഴയ റെഫറൻസ് ലെവലിലേക്ക് ഇങ്ങനെ വരും. സോ 26,080 ഫസ്റ്റ് 26,139 എത്രയാണ്? 26,139 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 26,139 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് അതിന് മുകളിൽ 26,180, സെക്കൻഡ് ടാർഗറ്റ് 26,180 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ നിങ്ങൾ ഈ POC കണ്ട 26,214, 26,200 ആ ഒരു റേഞ്ച് 26,227 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നാളത്തേക്കുള്ള റെഫറൻസ് ലെവലുകൾ അപ്പ് സൈഡിലേക്ക് വേണ്ടി. ഇനി ഡൗൺ സൈഡിന്റെ റെഫറൻസ് ലെവലിലെ മാറ്റം ഉണ്ടോ? ഒരു മാറ്റമില്ലെന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ പറയാം 25,880 താഴെ ഒരു ലെവൽ വെക്കാം. അത് ഫസ്റ്റ് ആകെ 25,805, സെക്കൻഡ് 25,758, തേർഡ് 25,700 ഭാഗത്തേക്ക് വരാം. സോ ഈ വരാൻ പോകുന്ന ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഞാൻ യൂട്യൂബിൽ ലൈവ് വരെയാണ്. മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ട്രേഡിങ്ങിന് നോക്കണം അതിനെക്കുറിച്ചുള്ള ഒരു Q&A സെഷൻ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യൂട്യൂബ് ലൈവിൽ ഞാൻ വരുന്നത്. സോ സൺഡേ യൂട്യൂബ് ലൈവ് 8 PM നമുക്ക് രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവിൽ കാണാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ തമ്പനിയിൽ കാണുന്ന നമ്പർ ഉണ്ട് 8129387138 എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്രോഡീകരിച്ച് ഞാനത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അത് അവിടെ നമ്മുടെ യൂട്യൂബ് ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ സൺഡേ നൈറ്റ് 8 PM അറ്റ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ബൈ.